വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് എന്ന് പറഞ്ഞ് ശാരികയെ ചേർത്ത് കെട്ടിപ്പിടിക്കുകയാണ് രാജീവ്. അന്നേരം വാതിൽക്കൽ അമ്മാവൻ വന്ന് രാജീവേ എന്നും പറഞ്ഞ് കതകിന് മുട്ടുന്നു. കതക് തുറക്കുന്ന രാജീവിനോട് അമ്മാവൻ പറയുകയാണ്, നിന്റെ അമ്മയ്ക്കവിടെ നെഞ്ചുവേദന എടുക്കുന്നു, ശാരികയോട് അവൾ ഒന്ന് ചെന്ന് തടവി കൊടുക്കാൻ പറയേ. അന്നേരം ഹോസ്പിറ്റലിൽ പോകണമെന്ന് രാജീവ് തിരക്കുമ്പോൾ വേണ്ട, ഇവള് ചെന്ന് തടവി കൊടുത്താൽ മതിയെന്ന് പറയുകയാണ് അമ്മാവൻ. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരുമെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അന്നേരം രാജീവ് ചോദിക്കുകയാണ്, പിന്നെ എന്തിനാ ശാരിക? അന്നേരം അമ്മാവൻ പറയുകയാണ്, അപ്പോൾ അവിടെ കിടന്നങ്ങ് ചത്തുപോട്ടെ എന്ന് നമുക്ക് കരുതാൻ പറ്റുമോ? അന്നേരം അമ്മാവാന്നും പറഞ്ഞ് എന്തോ രാജീവ് പറയാൻ തുടങ്ങുമ്പോൾ അത് തടുത്ത് ശാരിക പറയുകയാണ്, ഞാൻ പോവാം സാറേ. അന്നേരം അത് ശരിവെച്ച് അമ്മാവൻ പറയുകയാണ്, ഇങ്ങനെയാണ് കുടുംബത്തിൽ പിറന്ന പെൺപിള്ളേര്. അച്ഛനെയും അമ്മയെയും മറന്ന് കെട്ടിയോൻ്റെ കൂടെ അവരടച്ചു കെട്ടി ഇരിക്കില്ല എന്ന് ശാരികയെ നോക്കി പറയുകയാണ് കൃഷ്ണൻകുട്ടി അമ്മാവൻ. തുടർന്ന് ശാരിക പോകുമ്പോൾ എന്നാൽ ഞാൻ കൂടെ വരാമെന്നും പറഞ്ഞ് രാജീവും പോകാൻ തുടങ്ങുമ്പോൾ അമ്മാവൻ ചോദിക്കുകയാണ്, പെണ്ണുങ്ങൾ പെരുമാറുന്നിടത്ത് നിനക്ക് എന്താടാ കാര്യം? നീ ഇവിടെയെങ്ങാനും കിടന്നുറങ്ങാൻ നോക്ക്. അതേസമയം അവിടെ വിജയലക്ഷ്മി മുറിയിൽ ആകെ തകർത്തങ്ങ് അഭിനയിക്കുകയാണ്. അയ്യോ എനിക്ക് നെഞ്ചുവേദന വരണമെന്നൊക്കെ വാതിൽക്കലേക്ക് നോക്കി നിലവിളിക്കുന്നു. എന്താ ആൻറ്റി എന്നും പറഞ്ഞ് ശാരിക ഓടി വന്ന് നെഞ്ച് തടവി കൊടുക്കുകയാണ്. അന്നേരം വിജയലക്ഷ്മി പറയുകയാണ്, ഞാൻ കരുതി നീ ഇനി ഇങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കില്ല എന്ന്. അതെന്താ ആൻറ്റി അങ്ങനെ പറയുന്നതെന്ന് ശാരിക ചോദിക്കുമ്പോൾ വിജയലക്ഷ്മി പറയുകയാണ്, അല്ല പെൺപിള്ളേർക്കൊക്കെ ഭർത്താവിനെ കിട്ടിയാൽ പിന്നെ ആരും വേണ്ടല്ലോ, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. വിജയലക്ഷ്മി പറയുകയാണ്, എൻ്റെ നെഞ്ചൊന്ന് നല്ലോണം തടവിത്താ. ഭർത്താവിനൊക്കെ കഴിയണം എന്നുള്ളതൊക്കെ ശരി തന്നെ, പക്ഷെ എപ്പോഴും അടച്ചുപൂട്ടിയൊന്നും ഇരിക്കരുത്. ഇവിടെ രണ്ട് വയ്യാത്ത ജീവനുകൾ ഉള്ളതാണ്. എപ്പോഴാണ് എനിക്ക് നെഞ്ചുവേദന വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങോട്ടത്തേക്ക് എപ്പോഴും ഒരു ശ്രദ്ധ വേണം. ബോധം കെട്ടെന്നും കിടന്നുറങ്ങി കളഞ്ഞേക്കരുത് എന്നൊക്കെ ശാരികയോട് പറയുകയാണ് വിജയലക്ഷ്മി. കുറച്ചു നേരം തടവിയ ശേഷം ഇപ്പോൾ വേദന കുറവുണ്ടോ ആൻറ്റിന്ന് ചോദിക്കുമ്പോൾ കുറച്ച് കുറവുണ്ടെന്ന് വിജയലക്ഷ്മി പറയുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് പോയിട്ട് തിരക്കൊന്നുമില്ലല്ലോ? അന്നേരം രാജീവ് സാർ അവിടെ ഒറ്റയ്ക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഇന്നലെ വരെ ഒറ്റയ്ക്കായിരുന്നില്ലേ, അവനങ്ങ് കിടന്നോളുമെന്ന് വിജയലക്ഷ്മി പറയുന്നു. ഇപ്പോൾ എനിക്കാണ് ഒരു പെൺസഹായം വേണ്ടത്, നിനക്ക് പോയിട്ട് അത്യാവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് വീണ്ടും വിജയലക്ഷ്മി ചോദിക്കുന്നു. ഇല്ല ആൻറ്റി, കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറയുകയാണ് ശാരിക. അതേസമയം ശാരികയെ കാത്ത് ആകെ വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് റൂമിൽ രാജീവ്. അന്നേരം ശാരിക അവിടെ വിജയലക്ഷ്മിയുടെ കട്ടിലിൻ്റെ അവിടെ തറയിൽ അങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് മുറിയിലേക്ക് നോക്കുന്നുണ്ട്. നീ എത്ര നേരം ഇവിടെ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ആൻറ്റി ഉറങ്ങുന്നത് വരെ ഇരിക്കാമെന്ന് പറയുന്നു. അന്നേരം വിജയലക്ഷ്മി പറയുകയാണ്, എനിക്ക് ഉറക്കത്തിലെങ്ങാനുമാണ് വേദന വരുന്നതെങ്കിലോ? അപ്പോൾ നീ അടുത്ത മുറിയിലായിരിക്കില്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? തൽക്കാലം നീ ഇവിടെ കിടന്നാൽ മതി, കല്യാണാഘോഷമൊക്കെ പിന്നീട് നടത്താം എന്നും പറഞ്ഞ് ഷീറ്റ് എടുത്ത് കൊടുക്കുകയാണ് ശാരികയ്ക്ക്. ഇത് വിരിച്ച് തറയിൽ കിടന്നോളാൻ പറയുന്നു. അതോ ഇനി സപ്രമഞ്ചം തന്നെ വേണമെന്നുണ്ടോ? ഇല്ലാന്ന് ശാരിക പറയുമ്പോൾ എങ്കിൽ വിരിച്ച് കിടന്നോന്ന് പറഞ്ഞിട്ട് കിടക്കുകയാണ് വിജയലക്ഷ്മി. ശാരിക ഷീറ്റ് വിരിക്കുമ്പോഴേക്കും ഇനി ഇതിൻ്റെ കുറവ് വേണ്ടാന്നും പറഞ്ഞ് തലയിണയും ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം തറയിൽ കിടക്കുകയാണ് ശാരിക കിടക്കുന്നത് സന്തോഷത്തോടു കൂടി ഒന്ന് നോക്കി ചിരിക്കുകയാണ് വിജയലക്ഷ്മി. അതേസമയം കുറേ നേരമായിട്ടും ശാരിക വരാത്തത് കാണുമ്പോൾ അമ്മയുടെ റൂമിലേക്ക് പോയി ജനലിലൂടെ നോക്കുകയാണ് രാജീവ്. അന്നേരം വിജയലക്ഷ്മി കട്ടിലും ശാരിക തറയിലും കിടന്നുറങ്ങുന്നതാണ് കാണുന്നത്. ശാരികയെ വിളിക്കാനായി ജനൽ കൂടി ശൂശൂ എന്നൊക്കെ ശബ്ദമുണ്ടാക്കുകയാണ് രാജീവ്. പക്ഷെ ശാരിക അങ്ങ് ഉറങ്ങിപ്പോയി. അത് കേട്ട് വിജയലക്ഷ്മി എഴുന്നേറ്റിരുന്ന ശേഷം ചുറ്റും ശ്രദ്ധിക്കുകയാണ്. പെട്ടെന്ന് രാജീവ് അങ്ങ് ജനലിൻ്റെ അടുത്ത് നിന്നും മാറുന്നു. വിജയലക്ഷ്മി എഴുന്നേറ്റിരുന്ന ശേഷം ശാരികയെ തട്ടി വിളിച്ചിട്ട് പറയുകയാണ്, എടി ഇങ്ങനെ പോത്തുപോലെ കിടന്നുറങ്ങിയാൽ എങ്ങനെയാണ്? എന്തോ ചീറ്റുന്ന ശബ്ദം കേട്ടില്ലേ? ഇനി വല്ല പാമ്പോ മറ്റോ ആയിരിക്കും. അന്നേരം ഞാൻ കേട്ടില്ല ആൻറ്റി എന്ന് പറയുകയാണ് വിജയലക്ഷ്മി. എങ്കിലേ നീ ആ ജനൽ പോയങ്ങ് അടച്ചേരെ എന്ന് വിജയലക്ഷ്മി പറയുന്നു. അതേസമയം ജനലടയ്ക്കാനായി ശാരിക എഴുന്നേൽക്കുമ്പോൾ രാജീവിനെ കാണുകയാണ്. എന്താ ഇവിടെ? അങ്ങ് അകത്തേക്ക് വരാനായിട്ട് രാജീവ് പറയുന്നു. ഇപ്പോഴോ എന്ന് ശാരിക ചോദിക്കുമ്പോൾ വിജയലക്ഷ്മി ചോദിക്കുകയാണ്, എന്താ അവിടെ? ഏയ് ഒന്നുമില്ല ആൻറ്റി, ഞാനിവിടെ ജനലടയ്ക്കാൻ എന്ന് പറയുമ്പോൾ എങ്കിൽ പെട്ടെന്ന് വന്ന് അടച്ചിട്ട് കിടക്കെന്ന് വിജയലക്ഷ്മി പറയുന്നു. അന്നേരം രാജീവും തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ആകെ നിരാശപ്പെട്ട് തിരികെ റൂമിലെത്തി കട്ടിലിൽ ചെന്ന് വിഷമിച്ചിരിക്കുകയാണ് രാജീവ്. വിഷമത്തോടെ ശാരികയും കിടക്കുന്നു. തുടർന്ന് കാണിക്കുന്നത് രാവിലെ സത്യഭാമയുടെ വീടാണ്. അവിടെ ഹാളിൽ രാവിലെ എല്ലാവരും എത്തിയിട്ടുണ്ട്. രാഘവൻ നായരും സുസ്മിതയും സത്യഭാമയും പ്രീതിയും ഒക്കെ. അന്നേരം മുകളിൽ നിന്നും വിഷ്ണു ഇറങ്ങി വരുമ്പോൾ രാഘവൻ നായർ ചോദിക്കുകയാണ്, രാവിലെ തന്നെ അവരെത്തില്ലേ? അതെ അച്ഛാ, രാവിലെ തന്നെ വരുമെന്നാണ് ഇന്നലെ വിളിച്ചപ്പോൾ പറയുന്നത്. പിന്നെ എന്താ വൈകുന്നതെന്ന് രാഘവൻ നായർ ചോദിക്കുന്നു. അന്നേരം സുസ്മിത കരുതുകയാണ്, ഇയാളെ കൊണ്ടുപോകാനായിട്ട് കാലം കയറും കൊണ്ട് വരുന്നില്ലല്ലോ, വീൽ ചെയറോടുകൂടി ഞാൻ തന്നെ അങ്ങ് എത്തിച്ചേനെ. അന്നേരം അവർ വന്നിരിക്കും, വരട്ടെ എന്ന് പറയുകയാണ് ഭാമ. അതേസമയം ഓട്ടോ വരുന്ന ശബ്ദം കേൾക്കുമ്പോൾ അവരെത്തിയെന്നും തോന്നുന്നു എന്നും പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങുകയാണ് പ്രീതിയും വിഷ്ണുവും.
അതേസമയം ഓട്ടോയിൽ നിന്നും ബാഗ് ആയിട്ട് ശാലിനിയും ശാരദാമ്മയും ഇറങ്ങുമ്പോൾ ഓടിച്ചെന്ന് വാ ശാലിനി, ബാഗ് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞ് ഓടിച്ചെല്ലുകയാണ് പ്രീതി. അന്നേരം പതിയെ പ്രീതിയോട് ശാലിനി പറയുകയാണ്, ഓട്ടവും ചാട്ടവും ഒക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ലേ? അവരെല്ലാവരും നിങ്ങളെ കാത്തിരിക്കുകയാണെന്നും പറഞ്ഞ് അകത്തേക്ക് വിളിക്കുകയാണ് പ്രീതി. അന്നേരം ഉമ്മറത്തേക്ക് കയറിയ ശേഷം വിഷ്ണുവിനെ കുറേ നേരം നോക്കി നിൽക്കുകയാണ് ശാലിനി. അന്നേരം ശാരദാമ്മ അകത്തേക്ക് വരുമെന്നും പറഞ്ഞ് വിഷ്ണു വിളിക്കുന്നുണ്ട്. അതിയായ സന്തോഷത്തിൽ നിൽക്കുകയാണ് വിഷ്ണു. രണ്ടുപേർ രാഘവൻ നായർക്കൊക്കെ നമസ്കാരം പറഞ്ഞ ശേഷം രാഘവൻ നായർ പറയുകയാണ്, ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു കുറേ നേരമായിട്ട്. വളരെ സന്തോഷം, ശാലിനി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കി തിരിച്ചു വിളിച്ചല്ലോ എന്നൊക്കെ പറയുകയാണ് ശാരദാമ്മ. തുടർന്ന് രാഘവൻ നായർ പ്രീതിയോട് പറയുകയാണ്, ശാലിനി മോളെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോ. അന്നേരം ആരതിത്തട്ടം എടുക്കാനായി പ്രീതി പോകാൻ തുടങ്ങുമ്പോൾ നിൽക്ക് എന്ന് പറഞ്ഞ് പ്രീതിയെ നിർത്തുകയാണ് ഭാമ. ആ ഡൈവേഴ്സ് പെറ്റീഷനും പേനയും എടുത്ത ശേഷം ഭാമ പറയുകയാണ്, ആരതി ഒഴിഞ്ഞും പരവതാനി വിരിച്ചും ഇവളെ അകത്തേക്ക് കയറ്റാനല്ല വിളിപ്പിച്ചത്. പരസ്പര സമ്മതത്തോടുകൂടി ബന്ധം ഒഴിയുന്നതിനുള്ള ഡിവോഴ്സ് പെറ്റീഷനാണിത്. ഇതിൽ ഒപ്പിട്ടിട്ട് നിനക്ക് പടിയിറങ്ങാം എന്ന് പേപ്പർ ശാലിനിക്ക് നേരെ നീട്ടിയിട്ട് പറയുകയാണ് ഭാമ. അന്നേരം ആകെ ഞെട്ടി നിൽക്കുകയാണ് വിഷ്ണുവും രാഘവൻ നായരും പ്രീതിയും ഒക്കെ. സന്തോഷിച്ച് സുസ്മിത എങ്ങനെ നിൽക്കുന്നു? ഭാമേ, നീ ഇതെന്തു ഭാവിച്ചാണെന്ന് ചോദിക്കുമ്പോൾ സത്യഭാമ പറയുകയാണ്, ന്യായം എൻ്റെ ഭാഗത്താണ്. സത്യം പറയാനായിട്ട് ഇവൾക്ക് അനുവദിച്ച സമയം എപ്പോഴേ കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങോട്ട് വിളിച്ചു എന്ന് കേട്ടപ്പോഴേ ബാഗും എടുത്ത് തുള്ളിച്ചാടി ഇങ്ങോട്ട് പോന്നു. നീ എന്താ വിചാരിച്ചത്? ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഈ സത്യഭാമ എല്ലാം അങ്ങ് മറന്നെന്നോ? ഇതേ സത്യഭാമയാണ്. സത്യഭാമ മറക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭാമ മരിക്കണം എന്നൊക്കെ തൻ്റെ ന്യായങ്ങൾ ശാലിനിക്ക് മുമ്പിൽ നിരത്തുകയാണ് സത്യഭാമ. അന്നേരം സുസ്മിത മനസ്സിൽ കരുതുകയാണ്, പൊളിച്ചു, തകർത്തു. ഇത്രയ്ക്ക് സൂപ്പർ ട്വിസ്റ്റ് ഒരുക്കാനായിട്ട് ഭാമാൻ്റിക്ക് മാത്രമേ കഴിയൂ. എൻ്റെ മകളുടെ ജീവൻ വെച്ചാണ് നിങ്ങളീ കളിക്കുന്നതെന്ന് ശാരദാമ്മ പറയുമ്പോൾ ഭാമ പറയുകയാണ്, എൻ്റെ അനുവാദത്തോടു കൂടി അല്ലെങ്കിലും എൻ്റെ മകൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയപ്പോൾ ഇവളെ ഈ വീട്ടിലേക്ക് സ്വീകരിച്ചതാണ് ഞാൻ. ഇപ്പോൾ ഇവൾ തന്നെ പറയുന്നു ഇവൾ ഗർഭിണിയാണെന്ന്. എൻ്റെ മകൻ പറയുന്നു ഇവളുടെ ശരീരത്തിൽ സ്പർശിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ഇവളെ ഞാൻ പൂവിട്ട് പൂജിക്കണോ? എൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്യും ശാരദാമ്മയെന്ന് ഭാമ ചോദിക്കുമ്പോൾ ശാരദാമ്മ എന്ന് വിഷ്ണുവിനോട്, വിഷ്ണുമോനെ ഇത് എന്ന് പറയുമ്പോൾ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് വിഷ്ണു. അന്നേരം ഭാമ പറയുകയാണ്, വിഷ്ണുവിനെ വിചാരണ ചെയ്യണ്ട. അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കയ്യിൽ കർപ്പൂരം കത്തിച്ചു വെച്ച് എന്നോട് സത്യം ചെയ്തതാണ്. നിങ്ങളുടെ മകൾ എന്തിനാണ് അതിന് മടിക്കുന്നത്? അപ്പോൾ ഇവളുടെ ഉള്ളിൽ കള്ളമുണ്ടെന്നല്ലേ അർത്ഥം? കള്ളവും ചതിയുമെന്നും ഈ സത്യഭാമ വച്ചു പൊറുപ്പിക്കില്ല. രാഘവൻ നായരും ശാലിനി ന്യായീകരിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊക്കെ എതിർക്കുകയാണ് ഭാമ. ഇവളുടേത് കപട സ്നേഹമാണ്, അതിവിടെ വില പോകില്ല. വീണ്ടും ഒപ്പിടാൻ ശാലിനിയോട് പറയുകയാണ് ഭാമ. വീണ്ടും വിഷ്ണു ശാലിനിയോട് സത്യം പറയാൻ പറയുന്നു. അന്നേരം വീണ്ടും സമയമായിട്ടില്ല വിഷ്ണുവേട്ടാന്ന് പറയുകയാണ്. വീണ്ടും പേപ്പർ നീട്ടി ഒപ്പിടാൻ പറയുമ്പോൾ ശാലിനി പറയുകയാണ്, വിഷ്ണുവേട്ടനുമായുള്ള ബന്ധം പിരിയാനുള്ള പേപ്പറിൽ ഈ ശാലിനി ഒപ്പിടില്ല. അത് ഇനി ആര് മുമ്പിൽ വന്ന് പറഞ്ഞാലും ഞാൻ ഒപ്പിടില്ല. വിഷ്ണുവേട്ടനോ സത്യഭാമയ്ക്കോ മാനക്കേടുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ഈ ശാലിനി ചെയ്തിട്ടില്ല. പിന്നെ ശാലിനി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. അതിന് നീ എന്നും പറഞ്ഞ് സുസ്മിത പറയാൻ തുടങ്ങുമ്പോൾ കൈ ചൂണ്ടി ശാലിനി പറയുകയാണ്, മിണ്ടരുത് നീ. എന്നിട്ട് അടുത്തേക്ക് ചെന്ന് പറയുകയാണ്, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് നീ അറിയാത്തതുപോലെ നടിക്കരുത്. അവസരം മുതലാക്കാൻ ശ്രമിച്ചാൽ അടിച്ച് പല്ല് താഴെയിടുമെന്ന് സുസ്മിതയോട് പറയുകയാണ് ശാലിനി. അന്നേരം കൈയടിച്ച് ചിരിക്കുകയാണ് ഭാമ. നല്ല പെർഫോമൻസ്. സീനിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഇങ്ങനൊരു പെർഫോമൻസ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നന്നായിട്ട് നീ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ വേഷം നിനക്കൊരിക്കലും ചേരില്ല. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടുന്നത് പോലെ നീ എന്തൊക്കെ നാടകമാടിയാലും ഈ ഡിവോഴ്സ് നടത്തിയിരിക്കും ഈ ഭാമ എന്ന് പറയുമ്പോൾ സത്യഭാമയുടെ മുമ്പിൽ കൈയും കെട്ടി നിന്നിട്ട് ശാലിനി പറയുകയാണ്, എങ്കിൽ എനിക്ക് പറയാനുള്ളത് കൂടി സത്യാമ്മ കേട്ടോ. 2 മാസം കഴിഞ്ഞിട്ട് ഈ വീട്ടിൽ ഇപ്പോൾ വിഷ്ണുവേട്ടനുമായിട്ട് ബന്ധം പിരിയാൻ പറഞ്ഞ സത്യാമ്മയുടെ മുമ്പിലേക്ക് തല ഉയർത്തിപ്പിടിച്ച് കയറി വരും ഈ ശാലിനി. ഇപ്പോൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ ശിരസ് അന്ന് ശാലിനിയുടെ മുമ്പിൽ കുനിയേണ്ടി വരും. തുടർന്ന് അമ്മ വാന്നും പറഞ്ഞ് ബാഗെടുത്ത് ശാരദാമ്മയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ് ശാലിനി. അന്നേരം പിറകെ ചെന്ന് വിഷ്ണു ശാലിനി നിൽക്കെന്ന് പറയുമ്പോൾ വിഷ്ണുവിനെ ഒരു നിമിഷം നോക്കി നിൽക്കുകയാണ് ശാലിനി. അന്നേരം അകത്ത് സുസ്മിത കരുതുകയാണ്, അങ്ങനെ എല്ലാം പൊട്ടിപ്പാളീസായി. വീൽചെയർ ജീവിയും പ്രീതിയും ഒക്കെ കണ്ട കിനാവ് പാഴ്ക്കിനാവായിപ്പോയി. തുടർന്ന് സങ്കടത്തോടുകൂടി സത്യഭാമയുടെ വീട് വിട്ടിറങ്ങുകയാണ് ശാലിനി പോകുന്നത് നോക്കി വിഷമത്തോടു കൂടി ഉമ്മർത്ത് തന്നെ ഇരിക്കുകയാണ് വിഷ്ണു. അതേസമയം സുസ്മിത വിഷ്ണുവിൻ്റെ റൂമിലേക്ക് ചെന്ന് കട്ടിലൊക്കെ ഇരുന്നിട്ട് തലവണയൊക്കെ എടുത്ത് മടിയിൽ വെച്ചിട്ട് അങ്ങനെ സ്വപ്നം കാണുകയാണ്. എന്തായാലും എൻ്റെ സ്വപ്നം എന്തായാലും ഇനി നടക്കാൻ പോവുകയാണ്. അവൾ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ടാലും ഇല്ലെങ്കിലും എൻ്റെ സ്വപ്നം നടക്കും.
ഇനി വിഷ്ണുവേട്ടൻ എനിക്ക് മാത്രം സ്വന്തം എന്ന് പറഞ്ഞിട്ട് കട്ടിലേക്ക് ചാരിയിരുന്ന് കണ്ണടച്ചിരുന്ന് വിഷ്ണുവിനായി തന്നെ വധുവായി അച്ഛനും അമ്മയും ഒക്കെ ചേർന്ന് ഒരുക്കി ഇറക്കുന്നതൊക്കെ സ്വപ്നം കാണുകയാണ് സുസ്മിത. കണ്ണടച്ചങ്ങനെ കട്ടിൽ ചാരിയിരിക്കുന്ന സുസ്മിതയുടെ അടുത്തേക്ക് ചെന്ന് പ്രീതി ചോദിക്കുകയാണ്, കെട്ട് കഴിഞ്ഞോ? അന്നേരം അങ്ങനെ തന്നെ ഇരുന്ന് സുസ്മിത പറയുകയാണ്, ഇല്ല, വിഷ്ണുവേട്ടൻ എത്തുന്നതേ ഉള്ളൂ. അന്നേരം ദേഷ്യത്തോടെ പ്രീതി പറയുകയാണ്. വിഷ്ണുവേട്ടൻ ഞൊട്ടും. അന്നേരം ഒന്ന് ഞെട്ടി കണ്ണു തുറന്ന് എഴുന്നേൽക്കുന്നു സുസ്മിത. കളിയാക്കി പ്രീതി പറയുകയാണ്, പരിപാടിയിൽ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു സുസ്മിതേ, പക്ഷേ നീ ഇങ്ങനെ സ്വപ്നം കാണുകയൊന്നും വേണ്ട. നടക്കുന്നത് ഈ സുസ്മിത സ്വപ്നം കാണാറുള്ളൂ എന്ന് പറയുമ്പോൾ പ്രീതി പറയുകയാണ്, നടക്കും, നീ വിഷ്ണുവേട്ടന് പിന്നാലെ. അന്നേരം നീ സ്വപ്നമൊന്നും കാണണ്ട, നിന്റെ സ്വപ്നമൊന്നും നടക്കില്ല എന്ന് പറയുകയാണ് പ്രീതി. നീ എന്തിനാ എപ്പോഴും എന്നെ ചൊറിഞ്ഞുകൊണ്ട് പിന്നാലെ നടക്കുന്നതെന്ന് സുസ്മിത ചോദിക്കുമ്പോൾ പ്രീതി പറയുകയാണ്, നീ സ്വപ്നം കണ്ടോ, പക്ഷേ അത് ശാലിനിയുടെ ചിലവിൽ വേണ്ട. അത് നീയാണോ തീരുമാനിക്കുന്നത്? അന്നേരം പ്രീതി പറയുകയാണ്, അതെ, വിഷ്ണുവേട്ടൻ മാത്രമല്ല, ഈ വീട് പോലും നിനക്കിനി ഒരു സ്വപ്നമാകാൻ പോവുകയാണ്. ഒരു ഡിവോഴ്സ് പെറ്റീഷൻ കൊണ്ടൊന്നും നിന്റെ മാവ് പൂക്കാൻ പോകുന്നില്ല. ശാലിനി സത്യം തുറന്നു പറയുന്നത് വരെ മാത്രമേ ഉള്ളൂ നിന്റെ വീട്ടിലെ കുടിപ്പാർപ്പ്. അത് കഴിഞ്ഞാൽ ശാലിനി തന്നെ നിന്നെ അടിച്ചു പുറത്താക്കും. അന്നേരം പല്ല് കടിച്ചു പിടിക്കുന്ന സുസ്മിതയോട് വീണ്ടും പ്രീതി പറയുകയാണ്, മൊത്തം പല്ലും അങ്ങ് കടിച്ചു പൊട്ടിക്കണ്ട, കുറച്ച് പല്ല് ബാക്കി വെച്ചേക്കണേ ശാലിനിക്ക് അടിച്ചു പൊഴിക്കാനായിട്ട്. അത്രയും പറഞ്ഞ് പ്രീതി പോകുമ്പോൾ ആകെ കലിതുള്ളിയങ്ങ് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് സുസ്മിത. തുടർന്ന് സുസ്മിത രാജേശ്വരിയെ ഫോൺ ചെയ്യുകയാണ്. എന്താ ചേച്ചി, കുറച്ച് നാളായിട്ട് വിളിയും പറച്ചിലും ഒന്നുമില്ലല്ലോ? അന്നേരം രാജേശ്വരി പറയുകയാണ്, ഇവിടത്തെ അവസ്ഥ കുറച്ച് മോശമാണ്. എൻ്റെ കാൽച്ചുവട്ടിൽ കിടന്ന ഗോപാലേട്ടൻ ഇപ്പോൾ പത്തി വിടർത്തി ആടാൻ തുടങ്ങിയിരിക്കുകയാണ്. ശാരദയ്ക്കും മക്കൾക്കും എതിരെ എന്തെങ്കിലുമൊക്കെ നീക്കം നടത്തിയാൽ അങ്ങേരെങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. അതേസമയം അത് കേട്ട് മുകളിൽ നിന്നും താഴേക്കിറങ്ങി വരികയാണ് ഗോപാലകൃഷ്ണൻ. അന്നേരം രാജേശ്വരിയെ കളിയാക്കി സുസ്മിത ചോദിക്കുകയാണ്, ആണിനെ വരുതിയിൽ നിർത്താത്ത ഭർത്താവിന് എന്തിനു കൊള്ളാം? എൻ്റെ അമ്മയുടെ മുമ്പിൽ പേടിയോടെ അല്ലാതെ അച്ഛൻ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. അമ്മ വീട്ടിലുണ്ടെങ്കിൽ അമ്മയാണ് എല്ലാം, അച്ഛൻ എന്താണെന്ന് അറിയുക പോലും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ രാജേശ്വരി പറയുകയാണ്, അങ്ങനെ ഒരു കാര്യമേ ഇവിടെ നടക്കണമെങ്കിൽ ശാലിനിയുടെയും ശാരികയുടെയും താലിച്ചരട് പൊട്ടണം. അതൊക്കെ പുറകിൽ നിന്നും കേട്ട് നിൽക്കുകയാണ് ഗോപാലകൃഷ്ണൻ. ശാരികയുടെ കാര്യം എനിക്കറിയില്ല, എന്തായാലും ശാലിനിയുടെ താലിച്ചരട് പൊട്ടാറായി എന്ന് സുസ്മിത പറയുന്നു. സത്യമാണോ നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, സിനിമയെക്കാളും വെല്ലുന്ന ട്വിസ്റ്റാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തുടർന്നുണ്ടായ സംഭവങ്ങൾ ആദ്യം മുതൽ രാജേശ്വരിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് സുസ്മിത. അന്നേരം രാജേശ്വരി ചോദിക്കുകയാണ്, ശാലിനിക്ക് ഗർഭമോ? വിഷ്ണു അവളെ തൊട്ടിട്ടുമില്ല, എന്നിട്ട് അടിച്ചു പുറത്താക്കിയില്ലേ അവളെ? എപ്പോഴേ അടിച്ചു പുറത്താക്കി? അതല്ലേ ഞാൻ പറഞ്ഞത്, ചേച്ചിക്ക് പല സുന്ദര സന്ദർഭങ്ങളും നഷ്ടമായെന്ന്. അന്നേരം രാജേശ്വരി ചോദിക്കുകയാണ്, അപ്പോൾ ശാലിനിയപ്പോൾ കണ്ണീരോടുകൂടി ശാരദാമ്മയുടെ വീട്ടിലേക്ക് മടങ്ങിയല്ലേ? അടിപൊളി, ഇത്രയും നല്ല അവസരം കിട്ടിയിട്ടും കൈയോടെ ഡിവോഴ്സ് വാങ്ങിക്കാത്തത് എന്താ സുസ്മിതേ എന്ന് ചോദിക്കുകയാണ് രാജേശ്വരി. അന്നേരം ഈ സംസാരമൊക്കെ ശ്രദ്ധിച്ച് കേട്ട് വിഷമിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. ഡിവോഴ്സിന് തന്നെയാണ് ശ്രമിക്കുന്നത്, മ്യൂച്വൽ ഡിവോഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് കിട്ടുമെന്നൊക്കെ സുസ്മിത പറയുന്നു. അന്നേരം വിഷ്ണു ഒപ്പിട്ടോ എന്ന് രാജേഷ് ചോദിക്കുന്നു. അതൊക്കെ ഒപ്പിച്ചു എന്ന് സുസ്മിത പറയുന്നുണ്ട്. ഡിവോഴ്സ് പെട്ടെന്ന് കിട്ടാൻ ചേച്ചി എനിക്കൊരു സഹായം ചെയ്യണം. അന്നേരം രാജേശ്വരി പറയുകയാണ്, ഇത്രയുമൊക്കെ സംഭവങ്ങൾ എത്തിച്ച നിനക്ക് നീ എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തന്നേനെ എന്ന് രാജേശ്വരി പറയുന്നു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഉമ്മയൊന്നുമല്ല വേണ്ടത്, ചേച്ചിയുടെ നാവാണെന്ന് സുസ്മിത പറയുന്നു രാജേശ്വരിയോട്. ആ നാവ് എനിക്കൊന്ന് കടമായിട്ട് വേണം. അന്നേരം മനസ്സിലായില്ല എന്ന് പറയുകയാണ് രാജേശ്വരി. അന്നേരം സുസ്മിത പറയുകയാണ്, സത്യഭാമയുടെ മരുമകൾക്ക് അവിഹിത ഗർഭം. സത്യം തിരിച്ചറിഞ്ഞ സത്യഭാമ അവളെ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കി. ഈ വാർത്ത പാണന്റെ പാട്ടുപോലെ ഈ നാട്ടിലാകെ പരക്കണം. അത് ഞാൻ ഏറ്റവും സമ്മതിക്കുകയാണ് രാജേശ്വരി. അന്നേരം സുസ്മിത പറയുകയാണ്, ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പരിഹാസങ്ങളൊക്കെ സത്യഭാമയുടെ കാതുകളിൽ എത്തണം. അവർ ഈ നാട്ടിൽ നാണം കെട്ട് നാറണം. അപ്പോഴേ ശാലിനിയും വിഷ്ണുവേട്ടനും തമ്മിലുള്ള ബന്ധം പിരിക്കാനായിട്ട് അവരുടെ ചൂട് കൂടത്തുള്ളൂ. നിന്റെ നാവ് നല്ലതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട് മോളെ എന്ന് രാജേശ്വരി പറയുമ്പോൾ സുസ്മിത പറയുകയാണ്, അതിലാണ് ഞാനിപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. ഇതിൽ ആൻറ്റിക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ശാരദയുടെ കണ്ണീര് ഒരിക്കലും തോരില്ല. അവരുടെ കണ്ണീര് തോരാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ എന്ന് ദേഷ്യത്തോടെ പറയുകയാണ് രാജേശ്വരി. എന്നാൽ മടിച്ചു നിൽക്കാതെ വേഗം പണി തുടങ്ങിക്കോ ചേച്ചി, ഞാൻ വെക്കുകയാണെന്നും പറഞ്ഞ് ഫോൺ വെക്കുകയാണ് സുസ്മിത. അതേസമയം ഫോൺ വെച്ച് രാജേശ്വരി തിരിയുമ്പോൾ ഗോപാലകൃഷ്ണനെ കാണുന്നു. കഴിക്കുന്നില്ലേ എന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ഞാൻ പുറത്തേക്കൊന്ന് പോവുകയാണ്, പുറത്തുനിന്ന് കഴിച്ചോളാം. വിഷമൊന്നും കലക്കിയിട്ടില്ല ഫുഡിലെന്ന് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുകയാണ്, വിഷം ഫുഡിൽ തന്നെ വേണമെന്നില്ല, നാവിലായാലും മതി.
അത്രയും പറഞ്ഞ് ഗോപാലകൃഷ്ണൻ പുറത്തേക്ക് പോകുമ്പോൾ കേട്ടിട്ടുണ്ടാകുമോ, കേട്ടാലും നന്നായി എന്ന് പറയുകയാണ് രാജേശ്വരി. അതേസമയം ശാരദാമ്മ ശാലിനിയും കൊണ്ട് തിരികെ കുടുംബശ്രീ വീട്ടിലേക്ക് എത്തുമ്പോൾ കുഞ്ഞേച്ചിയും കൊണ്ട് എന്തിനാ തിരികെ വന്നതെന്ന് ശ്യാമ ചോദിക്കുന്നു. അന്നേരം ശാരദാമ്മ പറയുകയാണ്, അവർ തിരികെ വിളിച്ചത് വീട്ടിലേക്ക് കയറ്റാനൊന്നും അല്ല, ബന്ധം പിരിയാനുള്ള പേപ്പറിൽ ഒപ്പിടാൻ വേണ്ടിയാണ്. അത് കേട്ട് സങ്കടപ്പെട്ട് ശ്യാമ ശാലിനിയെ നോക്കുമ്പോൾ കണ്ണടച്ച് ചിരിച്ച് കാണിക്കുകയാണ് ശാലിനി. എന്നിട്ട് സങ്കടം പുറത്ത് കാണിക്കാതെ അകത്ത് റൂമിലേക്ക് പോയിരിക്കുകയാണ് ശാലിനി. അകത്ത് പോയിരുന്ന ശാലിനി കരയുമ്പോൾ ഉമ്മറപ്പടിയിൽ തന്നെ ഇരുന്ന് വിഷമിച്ചിരിക്കുകയാണ് ശാരദാമ്മയും. തുടർന്ന് കാണിക്കുന്നത് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഒരുങ്ങുകയാണ് ശാരിക. അന്നേരം പുറകിൽ നിന്ന് വന്ന് രാജീവ് ശാരികയെ ചേർത്തങ്ങ് പിടിക്കുകയാണ്. എന്തായി കാണിക്കുന്നതെന്ന് ശാരിക ചോദിക്കുമ്പോൾ രാജീവ് പറയുകയാണ്, എടോ സമാധാനമായിട്ട് പ്രേമിക്കാനെങ്കിലും ഒന്ന് സമ്മതിക്കുക, ഇപ്പോൾ അതിനൊന്നും പറ്റില്ല, തൊട്ടപ്പുറത്തെ അമ്മയും അമ്മാവനും ഉണ്ടെന്ന് പറയുകയാണ് ശാരിക. കണ്ടോ എൻ്റെ സാരിയൊക്കെ വൃത്തികേടാക്കിയെന്ന് ശാരിക പറയുമ്പോൾ രാജീവ് ചോദിക്കുകയാണ്, പറയുന്നത് കേട്ടാ തോന്നും ഞാൻ ഇയാളുടെ സാരിയിൽ ചാണകവെള്ളം തളിച്ചു എന്ന്. അന്നേരം ശാരിക പറയുകയാണ്, ചാണകവെള്ളം ഒന്നും തളിച്ചില്ല, വൃത്തിയായിട്ട് സാരി ഉടുക്കുന്നതാണ് പെണ്ണുങ്ങളുടെ ഒരു മിടുക്ക്, കണ്ടോ ആകെ അലങ്കോലമായെന്ന് ശാരിക പറയുമ്പോൾ രാജീവ് പ്ലേറ്റൊക്കെ പിടിച്ചിട്ട് പറയുകയാണ്, എങ്കിലേ ഞാൻ ഉടുപ്പിച്ചു തരാം. അന്നേരം ശാരിക പറയണം, അയ്യോ അതൊന്നും വേണ്ട. അന്നേരം രാജീവ് പറയുന്നു, എങ്കിലേ പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്, ഫംഗ്ഷൻ തുടങ്ങാൻ സമയമായി. അന്നേരം ശാരിക ചോദിക്കുകയാണ്, ഒരുപാട് പേരുണ്ടാവുമോ അവിടെ? അന്നേരം രാജീവ് പറയുകയാണ്, കുറച്ച് പേരേ ഉണ്ടാവൂ, എൻ്റെ കോളേജ് ഫ്രണ്ട്സും കൂട്ടുകാരും എല്ലാം കൂടെ ചേർന്ന് ഏറിയാലൊരു 50 പേർ. ഞാൻ ഇങ്ങനത്തെ ചടങ്ങിലൊന്നും പങ്കെടുത്തിട്ടില്ല, അതുകൊണ്ടാണ് എന്ന് ശാരിക പറയുമ്പോൾ രാജീവ് പറയുകയാണ്, എടോ നമ്മൾ അവിടെ പോയി ഒന്ന് നിന്ന് കൊടുത്താൽ മാത്രം മതി. കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയതാണ് ഫ്രണ്ട്സിൻ്റെ ഒരേ ഒരു നിർബന്ധം, പാർട്ടിയൊക്കെ വേണമെന്ന്. നമ്മളാണെങ്കിൽ ഒരില ചോറ് ആർക്കും കൊടുത്തിട്ടുമില്ല. അവരുടെയൊക്കെ കല്യാണത്തിനും മക്കളുടെ നൂലുകെട്ടിനുമൊക്കെ പോയി മൂക്കുമുട്ട തിന്നിട്ട് പാർട്ടി ഇല്ലെന്നങ്ങ് പറയാൻ പറ്റുമോ? ഈ ഫംഗ്ഷൻ ഹോട്ടലിലായതുകൊണ്ട് ഫുഡിൻ്റെ കാര്യമൊക്കെ അവർ നോക്കിക്കോളും. പിന്നെ ആരെങ്കിലും ഗിഫ്റ്റോ മറ്റോ കൊണ്ടുവന്നാൽ അതങ്ങ് വാങ്ങി വയ്ക്കുക, അത്രയേ ഉള്ളൂ നമ്മുടെ ജോലി. എന്നിട്ട് ശാരികയെന്ന് നോക്കിയിട്ട് രാജീവ് ചോദിക്കുകയാണ്, എടോ താൻ എന്താ ആഭരണങ്ങളൊന്നും ഇടാത്തത്? അത് ഞാൻ പറയാൻ മറന്നു, ആൻറ്റി ആഭരണങ്ങളൊക്കെ വാങ്ങി വെച്ചിരിക്കുകയാണ്. എന്തിനെന്ന് രാജീവ് ചോദിക്കുമ്പോൾ ശാരിക പറയുകയാണ്, ചുറ്റും കള്ളന്മാരാണത്രേ, ആൻറ്റിയുടെ മുറിയിലാണെങ്കിൽ അടച്ചുറപ്പുള്ള അലമാരയും ഉണ്ടെന്ന്. ശരി, താൻ പോയിട്ട് അത്യാവശ്യത്തിനുള്ള ആഭരണങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വാ. ഇങ്ങനെ എങ്ങനെയാ റിസപ്ഷന് പോയി നിൽക്കുന്നത്? സാർ ഞാൻ എങ്ങനെയാ അത് എന്നും പറഞ്ഞ് ശാരിക മടിച്ചു നിൽക്കുമ്പോൾ രാജീവ് പറയുകയാണ്, എടോ ഇയാളുടെ സ്വന്തം സ്വർണ്ണമാണ്. എന്നിട്ട് ശാരിക പോകാതെ നിൽക്കുമ്പോൾ രാജീവ് പറയുകയാണ്, എങ്കിലേ ഞാൻ പോയി തന്നെ വാങ്ങിച്ചുകൊണ്ട് വരാം എന്നും പറഞ്ഞ് രാജീവ് പോകുമ്പോൾ പുറകെ പോവുകയാണ് ശാരികയും. അതേസമയം ഹാളിലിരുന്ന് മൊബൈൽ നോക്കുകയാണ് വിജയലക്ഷ്മി. അടുത്തിരുന്ന് പത്രം വായിക്കുന്നുണ്ട് അമ്മാവനും. ആദ്യം ചെന്ന് അമ്മയെന്ന് വിളിക്കുമ്പോൾ മൈൻഡ് ചെയ്യാൻ നിൽക്കുകയാണ് വിജയലക്ഷ്മി, കൂടെ അമ്മാവനും. വീണ്ടും ഒന്ന് ചുമച്ചൊക്കെ കാണിച്ചിട്ട് അമ്മയെന്ന് വിളിക്കുമ്പോൾ എന്താന്ന് ദേഷ്യത്തോടെ വിജയലക്ഷ്മി ചോദിക്കുന്നു. അല്ല, ശാരികയുടെ കുറച്ച് സ്വർണ്ണങ്ങളുണ്ട്, അത് അമ്മ വാങ്ങി വെച്ചിരിക്കുകയാണെന്ന് കേട്ടു. അന്നേരം ദേഷ്യത്തോടെ തന്നെ വിജയലക്ഷ്മി പറയുകയാണ്, അതെ, എന്താ അതിൽ നിനക്ക് പരാതിയുണ്ടോ? അതിൽ പരാതിയൊന്നുമില്ല, അതിൽ നിന്ന് കുറച്ച് ആഭരണങ്ങൾ എടുത്ത് കൊടുക്കണം. എന്തിനെന്ന് വിജയലക്ഷ്മി ചോദിക്കുമ്പോൾ വീണ്ടും രാജീവ് പറയുകയാണ്, ഞാൻ പറഞ്ഞിരുന്നില്ലേ അമ്മേ, ഞങ്ങളുടെ വിവാഹത്തിൻ്റെ ഫംഗ്ഷനാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ശാരികയിലായിരിക്കും. അപ്പോൾ എങ്ങനെയാ ഇങ്ങനെ പോകുന്നത്? അന്നേരം വിജയലക്ഷ്മി ചോദിക്കുകയാണ്, അത് നിൻ്റെ അഭിപ്രായമാണോ അതോ ഇവളുടെ അഭിപ്രായമാണോ? അന്നേരം ശാരികയൊന്ന് നോക്കിയിട്ട് രാജീവ് പറയുകയാണ്, ഇനി അവളുടെ മേൽ പഴി ചാരണ്ട, ഞാൻ തന്നെ ചോദിച്ചതാണ്. ആഭരണത്തിൽ വലിയ ഭ്രമമുണ്ടായിട്ടൊന്നുമല്ല. ലെക്ചർ രാജീവ് രംഗനാഥിൻ്റെ ഭാര്യയ്ക്ക് അതിൻ്റെ ആവശ്യവുമില്ല. പിന്നെ അമ്മ കുറച്ച് കഷ്ടപ്പെട്ട് സമ്പാദിച്ചതല്ലേ അത്, അപ്പോൾ അവൾ അത് ഇട്ടുകൊണ്ട് നടക്കട്ടെ എന്ന് കരുതി. അന്നേരം വിജയലക്ഷ്മി പറയുകയാണ്, ഇവളോട് കൃത്യമായി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ആഭരണങ്ങൾ ഞാൻ വാങ്ങിയത്. അന്നേരം അവൾ അതിൽ വിസമ്മതമൊന്നും പറഞ്ഞില്ലല്ലോ. അന്നേരം രാജീവ് പറയുകയാണ്, അതിൽ വിസമ്മതമൊന്നും ആരും പറയുന്നില്ല. ആ 30 പവനിൽ നിന്നും ഒരു മാലയും 2-3 വളയും കൊടുക്കാനേ ഞാൻ പറയുന്നുള്ളൂ. അന്നേരം വിജയലക്ഷ്മി പറയുകയാണ്, അതിൽ നിന്നും ഒരു മൊട്ട് കമ്മൽ പോലും ഈ അമ്മ എടുത്തിട്ടില്ല, എല്ലാം സുരക്ഷിതമായി ബാങ്ക് ലോക്കറിൽ തന്നെ ഉണ്ട്. അത്രയും പറഞ്ഞിട്ട് ഇനിയൊന്നും സംസാരിക്കാനില്ല എന്ന മട്ടിൽ ഫോണും നോക്കിയും ഇരിക്കുകയാണ് വിജയലക്ഷ്മി. അന്നേരം ഓളി കണ്ടിട്ട് അമ്മാവനും രാജീവിനും ശാരികയും ഒക്കെ നോക്കുന്നുണ്ട്. അന്നേരം ശാരിക പറയുകയാണ്, സമയം വൈകിയെന്നല്ലേ പറഞ്ഞത്, സാറ് വാ, പോയിട്ട് വരാമെന്ന് അമ്മയും അമ്മാവനോടും പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് രാജീവും ശാരികയും. അന്നേരം കാർ എടുക്കാനായി രാജീവ് പോകുമ്പോൾ ശാരിക പറയുകയാണ്, സാർ നമുക്ക് ഈ ബൈക്ക് മതി, ബൈക്കിലാകുമ്പോൾ എനിക്ക് സാറിനോടൊപ്പം ചേർന്നിരിക്കാമല്ലോ, ഈ നാട്ടിലെ കാറ്റും വെളിച്ചവും ഒക്കെ കൊണ്ട് സാറിനോട് ചേർന്നിരിക്കുന്നതിൻ്റെ സുഖം ഈ കാറിൽ AC ഇട്ടിരുന്നാൽ കിട്ടില്ല. അത് കേട്ടെന്ന് മുഖം ചുളിക്കുകയാണ് അമ്മയും അമ്മാവനുമൊക്കെ.
പിന്നെ കുറച്ച് അഹങ്കാരത്തോടു കൂടി ശാരിക പറയുകയാണ്, പിന്നെ 4 ആൾ കാണട്ടെ കുടുംബശ്രീ ശാരദയുടെ മകളുടെ ഭർത്താവിനെ. അത് കേട്ടങ്ങ് സന്തോഷിക്കുകയാണ് രാജീവ്. തുടർന്ന് ശാരികയും കൂട്ടി ബൈക്കിൽ പോകുന്നു രാജീവ്. അത് ദേഷ്യത്തോടെ നോക്കിയിരിക്കുകയാണ് വിജയലക്ഷ്മിയും അമ്മാവനും. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്